കുന്നംകുളം കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് 7 പേർക്ക് പരിക്ക്. 2 പേരുടെ നില ഗുരുതരം. ഇടിയുടെ ആഘാതത്തിൽ ആംബുലൻസ് മറിഞ്ഞു. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നട്രാജ് പരശുറാം വിശദാംശങ്ങൾ നൽകും. നട്രാജ്, രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് ആണോ അപകടത്തിൽപ്പെട്ടത്? പരിക്കേറ്റവരുടെ സ്ഥിതി എന്താണ്? കാണിപ്പയ്യൂരിൽ അല്പസമയം മുമ്പാണ് അപകടം. കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ആംബുലൻസും കൂനംമൂച്ചി സ്വദേശികൾ സഞ്ചരിച്ച കാറുമാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ആംബുലൻസ് മറിയുകയായിരുന്നു. ഈ അപകടം നടന്നത് കുന്നംകുളം തൃശൂർ സംസ്ഥാന പാതയിലാണ്. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 7 പേർക്ക് പരിക്കുണ്ടെന്നാണ് അറിയുന്നത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. 2 പേരെ തൃശൂർ അമല ആശുപത്രിയിലേക്ക് മാറ്റിയതായും അറിയുന്നു. കാണിപ്പയ്യൂർ കുരിശുപള്ളിക്ക് സമീപമാണ് അപകടമുണ്ടായത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും ഇപ്പോൾ അവരെ മാറ്റിയതായിട്ട് അറിയുന്നുണ്ട്. കാർ യാത്രികരുടെ പേര് കൂനമൂച്ചി പുത്തൂർ സ്വദേശിയായ KV ആൻഡോ, ഭാര്യ പുഷ്പ എന്നിവരാണ് കാറിലുണ്ടായിരുന്നത്. ഇവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കിൻഡർ ഹോസ്പിറ്റൽസിന്റെ ആംബുലൻസ് ആണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തെ തുടർന്ന് കാറിലെ ഡീസൽ ടാങ്ക് തകർന്ന് ഡീസൽ റോഡിൽ പരക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായി. അതുപോലെ തന്നെ ആംബുലൻസിൽ നിന്ന് ഓക്സിജൻ സിലിണ്ടർ തെറിച്ചു വീഴുകയും ചോരുകയൊക്കെ തന്നെ ചെയ്യുന്നു. എന്തായാലും ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. പ്രദേശത്ത് അല്പസമയം വാഹന ഗതാഗതം തടസ്സപ്പെടുകയുണ്ടായി. ഇപ്പോൾ അത് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ ആംബുലൻസിൽ രോഗികൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല അല്ലേ നട്രാജ്? അക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ആംബുലൻസിൽ രോഗികൾ ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഉടൻ തന്നെ ഈ പരിക്കേറ്റ ആളുകളെ മാറ്റാനുള്ള കാര്യത്തിലായിരുന്നു പോലീസിന്റെയും മറ്റും ശ്രദ്ധ. അത് കൃത്യമായി നടത്തിയിട്ടുണ്ട്. മറ്റ് രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. ബാക്കിയുള്ളവർ ഏതാണ്ട് 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 7 പേരെയും വിവിധ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണെന്ന് അറിയുന്നു. ശരി, 2 പേരുടെ നില ഗുരുതരമാണ്. ആംബുലൻസും കാറും കൂട്ടിയിടിച്ചാണ് വലിയ അപകടം കുന്നംകുളത്തുണ്ടായത്. 7 പേർക്ക് കാര്യമായി പരിക്കേറ്റുണ്ടെന്ന് മനസ്സിലാകുന്നു. വിശദാംശങ്ങൾ നൽകിയത് നട്രാജ് പരശുറാം. നട്രാജ് തുടരുന്നുണ്ടോ? നട്രാജ്, ഈ CCTV ദൃശ്യങ്ങളിൽ കണ്ടിടത്തോളം ആ കാറുകാരന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് തോന്നുന്നു. കാരണം റോങ് സൈഡിലാണ് കാറുകാരൻ വരുന്നത്. ആ ഓട്ടോറിക്ഷയെ ചേസ് ചെയ്യാനുള്ള ശ്രമമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പുറത്തെ ഈ ആംബുലൻസിന്റെ വേഗത പക്ഷെ ജഡ്ജ് ചെയ്യാൻ ആ കാറുകാരനെ പറ്റി കാണണമെന്നില്ല. അങ്ങനെയാണ് നമുക്ക് ഒറ്റനോട്ടത്തിൽ മനസ്സിലാകുന്നത്. ഈ അപകടത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുന്നംകുളത്തെ അപകടത്തിൽ ഒരാൾ മരിച്ചു എന്ന വലിയ ഞെട്ടലും വേദനയും ഉണ്ടാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.